വരും വരും നൂനമാ ദിനമെൻ നാടിന്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ വരികൾ ഉദ്ധരിച്ചാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യ റിപ്പബ്ലിക്കിനെ വിശേഷിപ്പിച്ചത്. 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ലോകം അറിയുന്നത് എന്താണ്? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മാധ്യമ സ്വാതന്ത്ര്യം 21 പോയിന്റ് ഇടിഞ്ഞ് 161ാം റാങ്കിൽ നാം എത്തിയതു. ലിംഗസമത്വം 8 പോയിന്റ് ഇടിഞ്ഞ് 77.7 എത്തിയതു. പട്ടിണി സൂചികയിൽ ഇരട്ടിയോളം പിന്നിലായി 111ാം സ്ഥാനത്തായതു. ജനാധിപത്യ റാങ്കിങ്ങിൽ പാതിയോളം താന്ന് 46ാം റാങ്കിലേക്ക് എത്തിയതു. ഡെമോക്രസി തിയോക്രസിയിലേക്ക് വേഷം മാറുമ്പോൾ ഈ റിപ്പബ്ലിക്കിന്റെ ഭാവി എന്തായിരിക്കും? ഒരു രാജ്യം, ഒരു കമ്പോളം, ഒരു ഭാഷ, ഒരു വർണ്ണം, ഒരു തെരഞ്ഞെടുപ്പ്, ഒടുവിൽ ഒരൗദ്യോഗിക മതം എന്ന നിലയിൽ റിപ്പബ്ലിക്കിന്റെ നാളെ എന്തായിരിക്കും? മുഖ്യ ഭരണകക്ഷിയിൽ പേരിനു പോലും ഒരു മുസ്ലിം ന്യൂനപക്ഷ MP ഇല്ലാത്ത റിപ്പബ്ലിക്ക് എന്തായി മാറും? പുരോഹിതൻ ചെയ്യുന്നത് പ്രധാനമന്ത്രി ചെയ്യുകയും പ്രധാനമന്ത്രി ചെയ്യേണ്ടത് പുരോഹിതൻ ചെയ്യുകയും ചെയ്യുമ്പോൾ മതേതരത്വം പിൻവാങ്ങുമ്പോൾ റിപ്പബ്ലിക് എങ്ങനെ നിലനിൽക്കും? ചോദ്യം ഇതാണ്. എന്താണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാവി? അതിഥികളായി എനിക്കൊപ്പം നിരീക്ഷകൻ MN കാരശ്ശേരി മാഷ്, CPM-ൽ നിന്നും P ജയരാജൻ, BJP പ്രതിനിധീകരിച്ച് KVS ഹരിദാസ് എന്നിവർ. ആദ്യം കാരശ്ശേരി മാഷിലേക്ക്. മാഷെ, അംബേദ്കർ പറയുന്നുണ്ട്, നമ്മളുടെ ഭരണഘടന എത്ര മികച്ചതാണെങ്കിലും അത് നടത്താൻ വരുന്നവർ മോശമാണെങ്കിൽ ആ ഭരണഘടനയും മോശമായി തീരുമെന്ന്. ഇന്ന് രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. അമൃത് കാൽ മഹോത്സവത്തെക്കുറിച്ചാണ്, ആസാദി കാ അമൃതോത്സവത്തെക്കുറിച്ചാണ് പ്രസിഡന്റും ഗവർണറും ആവർത്തിക്കുന്നത്. ഒരു അമൃതകാലത്തേക്കാണോ റിപ്പബ്ലിക്ക് നാളെ മുതൽ പുലരുന്നത്? അരുൺ, സത്യമായിട്ടും ഇതൊക്കെ കേൾക്കാനും ഇങ്ങനെ സംസാരിക്കാനും എനിക്ക് വളരെ വളരെ പ്രയാസമുണ്ട്, സങ്കടമുണ്ട്. എന്നുവെച്ചാൽ റിപ്പബ്ലിക് എന്നുള്ളത് വളരെ പഴയൊരു വാക്കാണ്. നിങ്ങൾക്കറിയുന്ന പോലെ അതൊരു ലത്തീൻ വാക്കാണ്. അത് റേ റിപ്പബ്ലിക്ക എന്നാണ് ഒറിജിനലായിട്ട് ആ പദം. അതിൽ നിന്നാണ് റിപ്പബ്ലിക് എന്നുള്ള വാക്കുണ്ടായത്. പൊതുകാര്യം, എ പബ്ലിക് തിങ് എന്നാണ് ഇതിനർത്ഥം. ഇതൊരു പൊതുകാര്യമാണ് എന്ന അർത്ഥത്തിൽ റിപ്പബ്ലിക് എന്ന വാക്ക് വളരെ പണ്ടേ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ റോമൻ എംപയർ തുടങ്ങുന്നത് BC 44-ലാണ്. ജൂലിയസ് സീസറെ കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രൻ അഗസ്റ്റസ് സീസർ എംപയറാകുന്നതോടുകൂടി. അതിനു മുമ്പേ അവിടെ BC 509 തന്നെ അവർ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്, റോമൻ റിപ്പബ്ലിക് എന്നാണ് അവർ പറയുക. അപ്പോൾ പല അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്, പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്, പാർലമെൻ്ററി റിപ്പബ്ലിക്, ഫെഡറൽ റിപ്പബ്ലിക്, തിയോക്രാറ്റിക് റിപ്പബ്ലിക് എന്നൊക്കെ പറയും. നമ്മുടേത് കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്കാണ്. നമ്മുടെ ജനങ്ങൾക്ക് അധികാരം കിട്ടിയത് എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. അതിൻ്റെ 75ാം ആഘോഷമാണ് നമ്മളിപ്പോൾ കൊണ്ടാടുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രം എന്ന അർത്ഥത്തിലാണ് ഇന്ന് ആധുനിക കാലത്ത് റിപ്പബ്ലിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അത് വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ, അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ. അപ്പോൾ മതാധിപത്യം വന്നു കഴിഞ്ഞാൽ, മതരാഷ്ട്രം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയേണ്ടത് റിപ്പബ്ലിക് ഡെമോക്രസി അല്ല. അത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം, നിയമനിർമ്മാണത്തിൻ്റെ മാനദണ്ഡം, നിയമവ്യാഖ്യാനത്തിൻ്റെ മാനദണ്ഡം ഒക്കെ ദൈവത്തിൻ്റെ രാഷ്ട്രീയമാണത്. തിയോക്രസി എന്ന് പറഞ്ഞതാണ് ദൈവാധിപത്യം. ദൈവത്തിൻ്റെ പേരിലാണ്, പുരോഹിതനാണ് ഭരിക്കുക. ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ ശരിക്കും ഭരിക്കുന്നത് പുരോഹിതനാണ്, അല്ല ജനപ്രതിനിധികളല്ല. ജനപ്രതിനിധികൾ അതിന് വിധേയരാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇറാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റിൻ്റെ മുകളിൽ പാർലമെൻറ്റിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കാനും നിരാകരിക്കാനും അധികാരമുള്ള ഒരു കൂടിയാലോചനാ സഭ, ഷൂറ ഉണ്ട്. അപ്പോൾ അവർക്കാണ് പരമാധികാരം. കാരണം അതിൻ്റെ മുകളിൽ ആയത്തുള്ളയുണ്ട്. അദ്ദേഹം ദൈവമായിട്ട് നേരിട്ട് 24 മണിക്കൂറും ആശയവിനിമയം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റുകയില്ല. ഇപ്പം തെറ്റാവരം എന്നൊരു സങ്കല്പം ക്രിസ്ത്യാനികൾക്കുണ്ട്, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുകയില്ല. അപ്പോൾ ഇതാണ് ഈ മതങ്ങളുടെ സ്ഥിതി. അപ്പോൾ ഇപ്പോൾ
ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ കാണുന്നത് റിപ്പബ്ലിക് എന്നൊക്കെ പറയും. ഇപ്പോൾ തുർക്കി റിപ്പബ്ലിക് ആണല്ലോ. തുർക്കിയിൽ ഇപ്പോൾ ഭരിക്കുന്ന ഉർദുഗാൻ ഒരു മതമൗലികവാദിയാണ് എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹം സുന്നി മുസ്ലിങ്ങളുടെ ഒരു ആഗോള സമൂഹം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഖലീഫ ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ പോളണ്ടിനെ ക്രിസ്തുവിന് സമർപ്പിച്ചു. ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ഇതിനെ രാജാവാക്കാം എന്ന് പറയുമോ, വേണ്ട, ഞാൻ സ്വർഗരാജ്യത്തെ രാജാവാണെന്ന് പറഞ്ഞ് ഒഴിവായി പോയ ആളാണ് ക്രിസ്തു. പോളണ്ട് ഇപ്പോൾ ക്രിസ്തുവിന് സമർപ്പിച്ചു. കണ്ടോ? അതായത് ദൈവത്തിൻ്റെ രാഷ്ട്രീയം, ദൈവാധിപത്യം, തിയോക്രസി വരികയാണ്. അപ്പം നമ്മുടെ റിപ്പബ്ലിക് തിയോക്രാറ്റിക് റിപ്പബ്ലിക് ആവുകയാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്നതിന് അർത്ഥമല്ല, ഒരർത്ഥമില്ല. തിയോക്രസി എന്ന് പറഞ്ഞാൽ, റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പിന്നെ യാതൊരു അധികാരമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജനങ്ങളുടെ ഇച്ഛ, ഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായം, അവരുടെ താല്പര്യം തുടങ്ങിയതിൻ്റെ മേലെയാണ് മതനിയമങ്ങൾ. അതാണ് മതനിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങളാവുന്ന ഒന്നിനെയാണ് മതരാഷ്ട്രം എന്ന് പറയാം. ഇപ്പോൾ ഇറാനിൽ തലമുടി 2-3 എണ്ണം പുറത്ത് കണ്ടതിന് കഴിഞ്ഞ കൊല്ലം മഹിസ അമിനി എന്നൊരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് പുറത്തു വന്നത് ആ പെൺകുട്ടിയുടെ 22-കാരിയുടെ മൃതദേഹമാണ്. അതിനെതിരായിട്ട് സമരത്തിൽ ഇപ്പോൾ 500ഓളം ആൾ മരിച്ചു കഴിഞ്ഞു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 20,000-ഓളം ആൾ അവിടെ ജയിലിലാണ്. അപ്പോൾ ഇറാനിൽ ശിരോവസ്ത്രം ഹിജാബ് ധരിക്കാതിരിക്കാനും കർണാടകയിൽ ഹിജാബ് ധരിക്കാനും ഉള്ള അവകാശത്തെയാണ് എന്ത് പറയുക, ജനാധിപത്യം എന്ന് പറയുക. അതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുക. അപ്പോഴാണ് ജനങ്ങൾക്ക് അധികാരം ഉണ്ടാവുക. ഇതിപ്പോൾ പുരോഹിതന്മാർ ഭരിക്കുക, അതാണ് ദൈവത്തിൻ്റെ പേരിൽ ദൈവമാണ് എന്ന് അവർ പറയും. ഏറ്റവും വലിയ അധികാര സ്രോതസ്സ് ദൈവമാണ് എല്ലാ കാലത്തും. തന്നെ മാഷ് വിശദീകരിച്ചു കഴിഞ്ഞു. ഇറാനിൽ തലമുടി പുറത്ത് കണ്ടാൽ കൊലപാതകമെങ്കിൽ ഇവിടെ തലമുടി പുറത്ത് കാണാതിരുന്നാൽ കൊലപാതകം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. രണ്ടും മതരാഷ്ട്രത്തിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ തന്നെ. തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആ കുട്ടിയാണ് എന്നത് മാത്രം നമ്മൾ മറന്നുപോകുന്നു. നമുക്കിപ്പം BJP പ്രതിനിധി കൂടിയുണ്ട്, KVS ഹരിദാസ്. KVS ഹരിദാസ്, മൊത്തത്തിലൊരു ആശങ്ക പടരുന്നുണ്ടോ ഈ റിപ്പബ്ലിക്കിനെ കുറിച്ച്? ഒരു ഭൂരിപക്ഷ മതത്തിൻ്റെ അനുയായികൾക്ക്, ഭൂരിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക്, ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോൾ 37% വോട്ട് നേടിയ BJPക്ക് ഒരു അമൃതകാലായി തീരുമ്പോൾ ജനാധിപത്യത്തിലും മതേതരത്വത്തിലുമൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഈ റിപ്പബ്ലിക്ക് ആശങ്കയുടേതായൊരു റിപ്പബ്ലിക്കായി പരിണമിക്കുന്നുണ്ടോ KVS ഹരിദാസ്? അല്ല ഡോക്ടർ അരുൺ, ഈ ചർച്ച നല്ലത് തന്നെയാണ്. അതിനൊരു അക്കാഡമിക് തലത്തിൽ കാണാനാണ് എനിക്കും താല്പര്യം. പക്ഷേ ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രേരിപ്പിക്കപ്പെട്ട ഘടകം എന്താ? അതാണ് ആദ്യം വിലയിരുത്തണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ രാജ്യത്ത്. സൗണ്ട് ആ പൊതു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വലിയൊരു പ്രതിപക്ഷ സഖ്യം രൂപം കൊണ്ടത് നമ്മൾ കണ്ടു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് ചർച്ച ചെയ്യുന്നവർ, വിലയിരുത്തുന്നവർ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചർച്ചയ്ക്ക് പിന്നിലുള്ള ചേതോവികാരവും ആ യാഥാർത്ഥ്യ ബോധം തന്നെയാണ്. 24 വീണ്ടും നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ഞങ്ങൾക്കതിനെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല. 24 മോഡിയുടെ വിജയം ഉറപ്പാണ് എന്ന് BJP വിശ്വസിക്കുന്നു. അത് ഈ അരുൺ പറഞ്ഞതുപോലെ 37%-ൻ്റെയും 63%-ൻ്റെയും കണക്ക് വെച്ചിട്ടല്ല. എനിക്കൊരു കണക്കുണ്ട്, ഞാനത് അവതരിപ്പിക്കാം. 2014 BJPക്ക് 50% വോട്ടോടുകൂടി വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് 136 MP-മാരെയാണ് 2014. 2019 തെരഞ്ഞെടുപ്പിൽ 224 BJP MP-മാർ ജയിച്ചത് മോർ ദാൻ 50% വോട്ടോട് കൂടിയിട്ടാണ്. ഇനി മൂന്നാമത്തേത്, ഈ ഏതാണ്ട് 20 യൂണിയൻ ടെറിട്ടറിയും സ്റ്റേറ്റും ഉൾപ്പെടെ 20 എടുത്ത് BJPക്ക് 50%-ൽ കൂടുതൽ വോട്ട് 2019 ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളുടെ പ്രവർത്തനം താഴെ തട്ടിൽ നടത്തുന്നത് 272 അല്ല, 272 മുകളിലുള്ള സീറ്റുകളിൽ 50%-ഓടു കൂടി BJPക്ക് MP-മാരെ ജയിപ്പിക്കാൻ കഴിയും.
അതിനുള്ള സംഘടനാ ശേഷി ഞങ്ങൾക്കുണ്ട്. സംഘടനാ പ്രവർത്തനം ഞങ്ങൾ 1.5 വർഷമായിട്ട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നടത്തുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യ ബോധം പഴയ കാലത്ത് BJP-ക്കാർ പറയുമ്പോൾ സംശയം തോന്നിയിരുന്നു. ഇപ്പോൾ BJP-യെ തോൽപ്പിക്കും എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവർക്ക് പോലും ഇനിയിപ്പോൾ രക്ഷയില്ല എന്നൊരു തോന്നലുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ബീഹാറിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വാർത്തകളെ നമുക്കറിയുള്ളൂ. എത്രത്തോളം എവിടത്തോളം അത് പോകും എന്നതിനെ കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഈ തല്ലിക്കൂട്ടിയെടുത്ത പ്രതിപക്ഷ മുന്നണിയുടെ ആത്മവിശ്വാസം തകർക്കാൻ ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ റിഫ്ലക്ഷൻ ഈ പൊതുവേദിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണും എന്നതും ഞങ്ങൾക്ക് ഉറപ്പാണ്. ബാക്കി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ അതാണ്. എനിക്ക് തോന്നുന്നു അടുത്ത കാരണങ്ങൾ ഇപ്പോൾ ഭരണഘടനാ പ്രതിസന്ധിയെക്കുറിച്ചൊക്കെയാണല്ലോ ഇപ്പോഴത്തെ വലിയ ചർച്ച. ഭരണഘടന അട്ടിമറിക്കാനുള്ള ശ്രമം, BJP അധികാരത്തിൽ വന്നാൽ ഹിന്ദു രാഷ്ട്രമായിട്ട് ഭരണഘടന ഭേദഗതി ചെയ്യും എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഭരണഘടനയെ BJP ആഗ്രഹിക്കുന്നുവെന്ന് പ്രതിപക്ഷം കരുതുന്നത് പോലെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രചാരം. ഈ പ്രചാരം 2014 നടത്തിയിരുന്നു, 2019 നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും വില പോയിട്ടില്ല. 2024 ചുരുക്കം ചില ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഭൂരിപക്ഷ പാർട്ടിയുടെ ജനപ്രതിനിധികളുടെ കണക്കിൽ ഒരു ന്യൂനപക്ഷ MP-യോ ഒരു ന്യൂനപക്ഷ MLA-യോ ഇല്ലാതിരിക്കുന്നത് റിപ്പബ്ലിക് എന്ന ആശയത്തോട് തന്നെ നമ്മൾ മാറി നിൽക്കുന്നു എന്ന ഒരു സൂചനയെ താങ്കൾക്ക് തോന്നുന്നതേയില്ല? അല്ല, ഞങ്ങളുടെ കൂടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഗവർണർ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടല്ലേ വന്നിട്ടുള്ളത്. അദ്ദേഹം മുസ്ലിം അല്ലേ? ഉത്തർപ്രദേശിലെ മുസ്ലിം MLA-മാരും MLC-മാരും മന്ത്രിമാരുമുണ്ടല്ലോ. ബീഹാറിലുണ്ടല്ലോ മുസ്ലിം നേതാക്കന്മാർ, MLA-മാർ. അപ്പോൾ BJP-ക്ക് MLA-മാരുണ്ട്, MLC-മാരുണ്ട്, എല്ലാ വിഭാഗത്തിൽ. ഗോവ എടുക്കൂ നിങ്ങൾ, ഗോവയിൽ എത്രയോ ക്രൈസ്തവ MLA-മാരുണ്ട്. നാഗാലാൻഡിലും മിസോറാമിലും മണിപ്പൂരിലുമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു BJP-യെ പിന്തുണയ്ക്കുന്നത്. പള്ളികൾക്ക് മുകളിൽ കാവിക്കൊടി പാറിക്കുന്ന കാഴ്ചയും നമ്മൾ റിപ്പബ്ലിക് ദിന തലേന്ന് കണ്ടു. ഞാൻ അങ്ങയിലേക്ക് വരാം. PJ രാജൻ, KV ഹരിദാസ് പറയുന്ന കണക്ക്, ആ കണക്കിൽ ആണ് നമ്മൾക്ക് ആശങ്കയുണ്ടാകുന്നത് എന്നതാണ് BJP-യുടെ പക്ഷം. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50%-ലേറെ വോട്ടുമായിട്ടായിരിക്കും ഭൂരിപക്ഷം തികയ്ക്കുക BJP. അങ്ങനെ വന്നാൽ ഇതൊരു BJP ഭൂരിപക്ഷ രാഷ്ട്രമായി തീരും. ആ BJP-യുടെ കയ്യിൽ അമൃതകാലം വരാൻ പോകുന്നു. അത് നരേന്ദ്രമോദിയുടെ കയ്യിൽ വ്യക്തമാണ്. പറയുന്നത് പ്രവർത്തിച്ചിട്ടുള്ള നരേന്ദ്രമോദി ക്ഷേത്രം നിർമ്മിച്ചു, 370-ന്റെ കാര്യത്തിൽ തീരുമാനമായി, പൗരത്വ നിയമ ഭേദഗതിയും കൊണ്ടുവന്നു. അങ്ങനെ BJP-യുടെ അജണ്ടകളെല്ലാം BJP പാലിച്ചു. ഇനിയിപ്പോൾ മധുരയും കാശിയും ഉണ്ട്. അക്കാര്യത്തിൽ ASI കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചില സൂചനയുമാണ്. അപ്പോൾ എല്ലാം ഒരുക്കമാണ്. പക്ഷേ BJP പറയുന്നത് ഇത് നമ്മൾ പരത്തുന്നൊരു പരിഭ്രാന്തിയാണ്. BJP-യുടെ വിജയം കണ്ട് റിപ്പബ്ലിക് അപകടത്തിലാവുന്നു എന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പകർത്തുകയാണ് എന്നതാണ് BJP-യുടെ പക്ഷം. PJ രാജൻ. ഇതിൽ ഡോക്ടർ അരുൺ, ഇവിടെ മോദി 2024 പ്രധാനമന്ത്രി പദത്തിലെത്തുമോ ഇല്ലയോ എന്നതല്ല മുഖ്യമായിട്ടുള്ള പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പ്രധാനമായിട്ട് ഈ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കൻ ഭരണഘടന രൂപപ്പെടുന്ന അവസരത്തിൽ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയുടെ പ്രചാരകനായി പ്രവർത്തിച്ച മോദിയാണ് ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ തകർക്കുന്നതിന് വേണ്ടി പടിപടിയായിട്ടുള്ള ശ്രമങ്ങളാണ് മോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞല്ലോ, ഇന്ത്യ എന്നുള്ള വാക്ക് ഇനി ഉപയോഗിക്കേണ്ട, ഭാരതം എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ ഭരണഘടനയുടെ ആദ്യത്തെ വാക്കായിട്ടുള്ള വി, നാം എന്നതിനെപ്പോലും വിഭജിച്ചുകൊണ്ട് പരസ്പരം വിദ്വേഷ പ്രചരണത്തിനു വേണ്ടി ആസൂത്രിതമായി പ്രചരണം നടത്തുന്നു സംഘപരിവാർ. ഇവിടെ 2024 തെരഞ്ഞെടുപ്പിൽ
മോദി പ്രധാനമന്ത്രി പദത്തിൽ എത്തുമോ എന്നതിനേക്കാൾ അപ്പുറം RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം 1925 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 14 വർഷങ്ങൾക്ക് മുമ്പേ രൂപമെടുത്ത 25 രൂപമെടുത്ത 22 വർഷങ്ങൾക്ക് മുമ്പ് രൂപമെടുത്ത ആ പ്രസ്ഥാനം കൃത്യമായിട്ടുള്ള ഒരു കാര്യപരിപാടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ സംഘടനാ രൂപീകരണത്തിൻ്റെ 100 വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 2025 ആകുമ്പോഴേക്ക് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള കാഴ്ചപ്പാടാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഇതിനകം നടത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗങ്ങൾ, തുടർച്ചയായിട്ടുള്ള പ്രസംഗങ്ങൾ മാർക്സിസത്തെ നേരിടേണ്ട ഒരു പ്രത്യയശാസ്ത്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരായിട്ടുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുള്ള ഒട്ടേറെ പ്രസംഗങ്ങളാണ് RSSൻ്റെ തലവൻ മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ മോദി അല്ലെങ്കിൽ വേറൊരാൾ ഈ രാജ്യത്ത് ഹരിദാസ് പറയുന്നത് പോലെയുള്ള ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നാൽ 1950 നിലവിൽ വന്ന ഭരണഘടനയുടെ സത്തയെ തന്നെ തകർക്കും എന്നാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ ആശങ്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ രൂപപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. അതിൻ്റെ മൂല്യങ്ങൾ ഉൾപ്പെടുത്തപ്പെട്ടതൊക്കെ അത്തരമൊരു ചരിത്ര പശ്ചാത്തലത്തിൽ കൂടിയാണ്. അതിനെ അട്ടിമറിക്കാനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ഇത് ലോകതലത്തിൽ നമ്മൾ നോക്കുന്ന അവസരത്തിൽ 1991 ശേഷം ലോകത്തിലൊട്ടാകെ ഈ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കപ്പെട്ടല്ലോ. അപ്പോൾ മൂലധന ശക്തികൾക്ക് ആധിപത്യമുള്ള നിലയിൽ സോഷ്യലിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ പലയിടത്തും വന്നു, സങ്കുചിതവാദ പ്രസ്ഥാനങ്ങൾ വന്നു. അത് വംശത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിലുള്ള സങ്കുചിതവാദ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും അധികാരത്തിൽ വരുന്നത്. അതിന് മുമ്പേ ഉണ്ട് ആ വളർച്ച. 1991 പുത്തൻ സാമ്പത്തിക നയം ഈ രാജ്യത്ത് നടപ്പാക്കിയത് നരസിംഹറാവുവാണ്, കോൺഗ്രസ്സാണ്. അപ്പോൾ ആ 91 തന്നെ വേറൊരു പ്രാധാന്യം വന്നു. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ബാബരി മസ്ജിദ് രാമജന്മഭൂമി വിഷയം, ആ വിഷയത്തിൻ്റെ മേലെ 91 ഒരു പ്രധാനപ്പെട്ട നടപടി സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പരസ്യമായിട്ടാണല്ലോ വെല്ലുവിളിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് കെട്ടിടം തകർത്തത്. അപ്പോൾ ആഗോളവൽക്കരണ കാലഘട്ടത്തിലെ സങ്കുചിതവാദ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് രാജ്യത്ത് സംഘപരിവാരം ശക്തിപ്പെടുന്നത്. BJP കൂടുതൽ അധികാര സ്ഥാനങ്ങൾ നേടുന്നത്, കൂടുതൽ പാർലമെൻ്ററി സ്ഥാനങ്ങൾ നേടുന്നത്. 2014 മോദി ഈ പറയുന്ന ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നത്. പക്ഷേ കഴിഞ്ഞ 2019 ബീഹാറിലാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറികൾ 9 തവണ സംഭവിച്ചത്. 6 തവണ കൂറുമാറിയിട്ടുണ്ട് അവിടെ നിതീഷ് കുമാർ. സോഷ്യലിസ്റ്റ് മണ്ണിൽ തന്നെയാണ് അവിടെ ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം പല രീതിയിൽ പയറ്റാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുമ്പോഴെല്ലാം സോഷ്യലിസ്റ്റ് ചേരിയിൽ പെട്ടവർ തന്നെയാണ് BJPക്ക് വളമൊരുക്കി കൊടുക്കുന്നത്. അപ്പോൾ റിപ്പബ്ലിക്കൻ ആശയത്തിന്റെ ഓരോ മൂല്യങ്ങളിലേക്കും 3 പേരും അവരുടെ ആശയങ്ങൾ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഓരോ വിലയിരുത്തലിലൂടെ വന്നാൽ ഈ റിപ്പബ്ലിക് എന്ന ആശയങ്ങളെ എങ്ങനെയാണ് ഇന്ത്യ രാജ്യം സമീപിക്കുന്നത് എന്ന വിലയിരുത്തലിലൂടെ വന്നാൽ നന്നായിരിക്കും. ഉദാഹരണത്തിന് ഒരു നേതാവ് തൻ്റെ ഭക്തന്മാരെയും ഭക്തജനങ്ങളെയും സൃഷ്ടിക്കുന്നത് റിപ്പബ്ലിക്കിന് ചേർന്നതല്ലെങ്കിൽ ആ വിമർശനം CPM കൂടി ബാധകമാണ്. നേതാക്കന്മാർ അണികളെ സൃഷ്ടിക്കുമ്പോൾ അണികൾ ജനാധിപത്യത്തിൽ നിന്ന് വിട്ടുമാറി ഭക്തജന സംഘങ്ങളായി മാറുമ്പോൾ അവരുടെ കണ്ണിൽ മറ്റുള്ളവർ സൂര്യനായി തീരുമ്പോൾ, നേതാവ് സൂര്യനായി തീരുമ്പോൾ അവിടെയും റിപ്പബ്ലിക് രാഷ്ട്രീയം അട്ടിമറിക്കപ്പെടും. അത് BJPയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിലും ആ റിപ്പബ്ലിക്കൻ സ്വഭാവം ആ രീതിയിൽ നഷ്ടപ്പെടുന്നു എന്ന വിമർശനമുണ്ട്. P. ജയരാജൻ. ഡോക്ടർ അരുൺ, ഞാൻ ബീഹാറിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അരുൺ ഇടപെട്ടത്. ഇവിടെ നിങ്ങൾ പ്രശ്നത്തെ വഴിതിരിച്ചു വിടാനാണ് പരിശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മോദി XY എന്നതല്ല പ്രശ്നം. ഈ രാജ്യത്തിലെ സംഘപരിവാറിന് കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട്. അതിനുവേണ്ടിയുള്ള തുടർച്ചയായിട്ടുള്ള കാൽവെപ്പുകളാണ് സംഘപരിവാർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ മോഹൻ ഭാഗവതിൻ്റെ പേര് പറഞ്ഞത്. മോദിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. മോഹൻ ഭാഗവത് എന്ന് പറയുന്ന RSSൻ്റെ തലവൻ സ്വാതന്ത്ര്യത്തിന് 22 വർഷങ്ങൾക്ക് മുമ്പേ രൂപീകരിച്ച ഒരു ശക്തി ഇന്ത്യ റിപ്പബ്ലിക്കാവുന്ന അവസരത്തിൽ ആ റിപ്പബ്ലിക്കൻ ഭരണഘടനയുടെ തത്വങ്ങളെ അംഗീകരിക്കാതെ ഈ കൊടി ഇതല്ല വേണ്ടത്, ജനാധിപത്യത്തെ ഈ നിലക്കല്ല കാണേണ്ടത്, സെക്കുലറിസം എന്ന് പറയുന്നത് അത് കപടമായിട്ടുള്ള ഒന്നാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള
ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയെ തന്നെ അംഗീകരിക്കാത്തൊരു ശക്തി ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്നു എന്നതാണ്. അതിൻ്റെ തലവനായിട്ട് മോദി വരുന്നു. ആ മോദിയെയും അതുപോലെ തന്നെ CPM-ൻ്റെ ഭരണത്തെയും താതാമ്യം പെടുത്തിക്കൊണ്ട് എല്ലാം തുലനപ്പെടുത്തിക്കൊണ്ടുള്ള അരുണിന്റെ അതിന്റെ വിലയിരുത്തൽ അങ്ങേയറ്റം അപകടം നിറഞ്ഞതാണ് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും സംഘപരിവാറിന്റെ ആശയങ്ങൾ മാത്രം ഈ മണ്ണിനെ വളക്കൂറുള്ള മണ്ണാക്കി കണ്ടത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കൂടുതൽ വളക്കൂറുണ്ടായിരുന്നത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കായിരുന്നില്ലേ? അവിടെ ജവഹർലാൽ നെഹ്റു അടക്കം ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ പൊതു സ്വഭാവം തന്നെ വ്യത്യസ്ത മേഖലകളിൽപ്പെട്ടവർ അവിടെ പ്രതിനിധീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് മുൻതൂക്കമുണ്ടായിരുന്നൊരു സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായത്. ലിബറൽ ഡെമോക്രാറ്റ് ആയിരുന്നു, സോഷ്യൽ ഡെമോക്രാറ്റ് ആയിരുന്നു നെഹ്റു. ഒപ്പം തന്നെ ഗാന്ധിയൻ ആശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദുത്വ ആശയങ്ങൾക്ക് വലിയ സ്വാധീനമില്ലാതിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി കാലത്ത് നിന്നും ആ സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് വളക്കൂറുള്ള 2024 സമൂഹം പരിണമിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആ ആശയത്തിന്റെയും പ്രവർത്തനശേഷിയുടെ പരാജയം കൂടിയല്ലേ? അല്ല, ആ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ അരുൺ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അരുൺ ഇടപെട്ടു. അതായത് യഥാർത്ഥത്തിൽ ഈ മോദി പ്രതിനിധാനം ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ അപകടം തിരിച്ചറിയുന്നതിന് പകരം അതിനെ പ്രതിരോധിച്ചുകൊണ്ടൊരു ബദൽ രാഷ്ട്രീയം ഉയർത്തുന്ന CPM-നെയും സമീകരിച്ചതിനെതിരായിട്ടാണ് ഞാൻ പ്രതികരിച്ചത്. മറ്റൊന്ന്, ഇന്ത്യ രാജ്യത്ത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി, അതാണ് സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുമെന്ന് ആവടിയിൽ വെച്ച് പ്രഖ്യാപിച്ചതിൻ്റെ തുടർച്ചയായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ രാജ്യത്ത് നടപ്പാക്കപ്പെട്ട സോഷ്യലിസം അല്ലല്ലോ. 1976 ഭരണഘടനയിൽ ആ വാക്ക് കൂടി ആമുഖവാചകത്തിൽ ചേർത്തു, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് കൂടി ചേർത്തു. ആ സോഷ്യലിസം അല്ല സോഷ്യലിസം ഈ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിട്ടില്ലല്ലോ. അതേ നെഹ്റുവിൻ്റെ അനുയായിയായിട്ടുള്ള നരസിംഹറാവുവാണ് ഈ രാജ്യത്ത് സോഷ്യലിസത്തിൻ്റെ അടിത്തറ തന്നെ തോണ്ടുന്ന നിലക്ക് വന്നത്. കോൺഗ്രസ്സുകാർ ഒരു കാലത്ത് വിളിച്ച മുദ്രാവാക്യം എനിക്കൊക്കെ ഇപ്പോൾ മനസ്സിൽ ഓർമ്മയുണ്ട്, പടിപടിയായി ഇന്ത്യ രാജ്യത്തെ സോഷ്യലിസത്തിലേക്ക് നയിക്കുകയാണ്. അതിനുള്ള നടപടിയാണ് ഈ രാജ്യത്തിലെ പൊതുമേഖലകൾ. ആ പൊതുമേഖല നെഹ്റു കൊണ്ടുവന്നു. ആ പൊതുമേഖല ശക്തിപ്പെടുത്തി രാജ്യത്തിലെ മുതലാളിത്തത്തെ ഇല്ലായ്മ ചെയ്യും, സോഷ്യലിസത്തിലേക്ക് പോകും എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചതെങ്കിൽ 91 ന്യൂ ഇക്കണോമിക് പോളിസി വന്നപ്പോൾ ആ പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുന്നതിലേക്ക് ആക്കിയത്. പൊതുമേഖല സ്വകാര്യവൽക്കരണം അത്തരമൊരു സ്വകാര്യവൽക്കരണം കഥയില്ല. ശ്രീ പി ജയരാജൻ, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഇന്നിപ്പോ കേരളത്തിൽ എന്താണ് മസാല ബോണ്ട് ഇറക്കിയത്? CPM ആണ്. മസാല ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ആഭ്യന്തര വിപണിയിൽ നിന്നല്ല, അന്തർദേശീയ വിപണിയിൽ നിന്ന് പണം കടമെടുക്കാൻ വേണ്ടി സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള കടപ്പത്രം ഇറക്കുകയാണ്. അതിലേക്ക് CPM എത്തിയിരിക്കുന്നു. ഞാൻ അങ്ങയിലേക്ക് എത്താം. ചെറിയ ശബ്ദ തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എം.എൻ. കാരശ്ശേരി മാഷേ, ഇന്നിപ്പോ നമ്മൾ ഈ പ്രസംഗത്തിന്റെ ഒടുവിൽ, ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഒടുവിൽ ഗവർണർ ഉപസംഹരിച്ചു പറയുന്നുണ്ട്, ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹിക നീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാവാത്ത പൈതൃകത്തോടും നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണ് ഈ രാഷ്ട്രത്തിന്റെ ഭാവി എന്ന് ഓർമ്മിക്കാം എന്നതാണ്. ഇത് ഗവർണർ വായിച്ചിട്ട് പോയി. പ്രതീകാത്മകമായിട്ടാണ് ഗവർണർ വായിച്ചതെങ്കിലും ഗവർണർ വായിച്ചതൊരു വലിയ ഭാഗമായിരുന്നു. ആ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കാച്ചിക്കുറിക്കിയ ഭാഗമാണ്. ഇന്ന് ഗവർണറും മുഖ്യമന്ത്രിയും നേരിട്ട് നോക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. അതായത് ഒരു ഭാഗത്ത് സംഘപരിവാറിന്റെ ആൾരൂപമായിട്ട് ഗവർണറിനെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ മറുഭാഗത്ത് അതിനെ എതിർക്കുന്ന CPM മുഖ്യമന്ത്രിയുടെ ഒരു പ്രതീതിയാണ് പൊതുവെ പിണറായി വിജയൻ ഉണ്ടാവുന്നത്. പക്ഷെ റിപ്പബ്ലിക് എന്നൊരാശയത്തെ ഉൾക്കൊള്ളാൻ ഇന്ത്യൻ സമൂഹത്തിന് കഴിയാതെ പോയത് ഈ പ്രചരണ തന്ത്രങ്ങളിലും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിലും വീണുപോയതുകൊണ്ടാണോ? അതല്ല, മറിച്ചൊരു പ്രതിരോധമുയർത്താൻ കഴിയാതെ നമ്മൾ പരാജയപ്പെട്ടു പോയത് എവിടെയാണ്? ഇനി വരാൻ പോകുന്നത് മോദി യുഗത്തിന് ശേഷം യോഗി ആദിത്യനാഥിൻ്റെ കാലമാണ്. ആ കാലമാകുന്നതോടുകൂടി അതേ വേഷത്തോടു കൂടിയുള്ള ഒരു പുരോഹിതൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറുന്നു എന്ന കാഴ്ചയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അവിടെ എങ്ങനെയാണ് റിപ്പബ്ലിക്കിൻ്റെ ആശയത്തിന് പ്രസക്തി ഉണ്ടാവുക? ആരാണ് സംരക്ഷിക്കാൻ ഇറങ്ങേണ്ടത്? നിതീഷ് കുമാർ BJP ക്യാമ്പിലേക്ക് പോകുന്നു. 24 മണിക്കൂർ കഴിഞ്ഞാൽ നിതീഷ് കുമാർ BJPയുടെ ഭാഗമായി മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. കാരശ്ശേരി ഭാഷ. ഡോക്ടർ അരുൺ, ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ വന്നു ചേർന്ന ജീർണതയ്ക്ക്
ആദ്യം മറുപടി വരേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കാരണം കാലക്രമത്തിൽ 17 കൊല്ലം ജവഹർലാൽ നെഹ്റു തുടർച്ചയായിട്ട് പ്രധാനമന്ത്രിയായിരുന്നല്ലോ. അപ്പോൾ ആ കാലത്ത് ഏറ്റവും നല്ല കാലം അതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് യാതൊരു തെറ്റുകുറ്റങ്ങളും ഇല്ല എന്നല്ല, താരതമ്യേന ഭേദമായിരുന്നു. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം മതത്തെയും പൗരോഹിത്യത്തെയും തൻ്റെ 7 അയലത്ത് വരാൻ സമ്മതിച്ചില്ല. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുന്നതോടുകൂടി 2-3 കാര്യങ്ങൾ വരുന്നു. ഒന്ന് എന്താണെന്ന് വെച്ചാൽ അഴിമതി. അപ്പോൾ അഴിമതിയിൽ മനം മടുത്തു പോകുന്ന ജനങ്ങൾ വേറെ എന്ത് പകരമുണ്ട്, എന്ത് ആൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന് ആലോചിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, സാമാന്യമായ എല്ലാ പാർട്ടിക്കാരും കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ ജാതിയെയോ മതത്തെയോ അന്ധവിശ്വാസത്തെയോ പാരമ്പര്യമായ ആചാരങ്ങളെയോ ഒക്കെ പീഡിപ്പിക്കുന്നു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ മൂത്താണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 1985 ഷാബാനു കേസിൻ്റെ വിധി വരുന്നു. വളരെ ന്യായമായൊരു വിധിയായിരുന്നു അത്. 1985 ഏപ്രിൽ 25 എൻ്റെ ഓർമ്മ. മുൻ ഭാര്യയ്ക്ക് മരണം വരെയോ പുനർവിവാഹം വരെയോ ചെലവിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മുസ്ലിം ഭർത്താവിനെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ആ വകുപ്പുള്ളത് ക്രിമിനൽ ശിക്ഷാ നിയമത്തിലാണ്, CRPC 125 ആണ്. അത് മതത്തിന് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അതിനെ മറികടക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ തയ്യാറായി നിർഭാഗ്യവശാൽ രാജീവ് ഗാന്ധി. അങ്ങനെയാണ് 86 മുസ്ലിം വനിതാ നിയമം വരുന്നത്. അത് തൂക്കൊപ്പിക്കാൻ വേണ്ടിയാണ് ബാബരി മസ്ജിദ് ശിലാന്യാസത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. കണ്ടോ, അത് കൃത്യമായിട്ട് നമുക്ക് കാണാം. ഒരു ഭാഗത്ത് മതപ്രീണനം, വേറൊരു ഭാഗത്ത് അതിനെ തൂക്കൊപ്പിക്കാനുള്ള മറ്റ് പ്രവൃത്തികൾ. അപ്പോൾ ഇന്ന് ആ 86 ആ തുറന്നു കൊടുക്കുന്നതോട് കൂടിയാണ് 1990 സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന്, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് LK അദ്വാനിയുടെ രഥയാത്ര തുടങ്ങുന്നത്. രഥയാത്ര വലിയൊരു ചരിത്രത്തിലൊരു വലിയ അടയാളമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ സംഗതികളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തണം എന്നുള്ള വകതിരിവ് ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് അതുണ്ടായില്ല. അവരൊരു ഘട്ടത്തിൽ സിഖ് തീവ്രവാദത്തെ പിന്തുണച്ചു, പിന്നീട് അതിനെ നശിപ്പിക്കാൻ നോക്കി. അതാണ് അവരുടെ മരണത്തിൽ 1984 അവരുടെ കൊലപാതകത്തിൽ അവസാനിച്ചത്. ഇപ്പോൾ ഭിന്ദ്രൻവാല എന്നുള്ള ഒരു തീവ്രവാദിയെ വളർത്തിയത് അവരാണ്, അയാളെ നശിപ്പിച്ചു അവരാണ്. അപ്പോൾ ഈ തരത്തിൽ കോൺഗ്രസ്സിന് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. അവരെല്ലാ സ്റ്റേറ്റിലും ഭരിച്ചിരുന്ന കൂട്ടരാണ്, നമുക്കറിയാം. അപ്പോൾ അതിൽ അഴിമതിയെ മറികടക്കാൻ, ഇപ്പോൾ ഒരാൾ അഴിമതിക്കാരനാണ് എന്ന് പറയുമ്പോൾ അയ്യോ അയാൾ യാദവനായതുകൊണ്ടാണ്, അല്ലെ അയാൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്, അല്ലെ മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതിയോ മതമോ പറഞ്ഞാൽ നിങ്ങൾ അഴിമതി കേസിൽ പ്രതിയാണെങ്കിലും സ്ത്രീപീഡന കേസിൽ പ്രതിയാണെങ്കിലും വേറെ എന്ത് കേസിൽ പ്രതിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ജാതിയുടെ സംരക്ഷണം കിട്ടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ തരത്തിൽ കെടുകാര്യസ്ഥത, അഴിമതി, സ്വജനപക്ഷപാതം, പിടിപ്പില്ലായ്മ എല്ലാം കൂടി ആയിട്ട് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് BJP വന്നത്. BJPക്ക് ഈ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. BJPക്ക് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാരു ലക്ഷ്മണൻ്റെ കാര്യം ഒരു ഉദാഹരണം പറയുകയാണ്. BJPയുടെ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം കൈക്കൂലി വാങ്ങുന്നത്, ഒരു ക്യാമറയിൽപ്പെട്ടിട്ട് അദ്ദേഹം രാജിവെച്ച് പോകുന്നത്. അഴിമതിയൊക്കെ എല്ലാ പാർട്ടിയിലുണ്ട്, അളവിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ ആദ്യം വേണ്ടത് ഈ അഴിമതിരഹിതമായ കാര്യപ്രാപ്തിയുള്ള ഭരണമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ജാതി മതം തുടങ്ങിയുള്ള ജനാധിപത്യ വിരുദ്ധമായ ജീർണതകളെ മാറ്റി നിർത്തണം. അപ്പോൾ അംബേദ്കർ നമ്മുടെ ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് ചെയ്ത പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരുന്നു, വിമർശനാതീതമായി ഏതെങ്കിലും സ്ഥാപനമോ വിമർശനാതീതരായ ഏതെങ്കിലും വ്യക്തികളോ ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്. അത് മതക്കാരുടെ വഴിയാണ്, രാഷ്ട്രീയത്തിൻ്റെ വഴിയല്ല. അത് നമ്മുടെ ജനാധിപത്യത്തെ ദുർബലമാക്കുന്നു. മറുപടി കൂടി നമുക്കൊന്ന് കേട്ടുവരാം. ജനാധിപത്യത്തെ ദുർബലമാക്കുന്ന മറ്റൊന്നുകൂടി നേരത്തെ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ചു പോയതാണ്. ഈ രാജ്യത്തിൻ്റെ ഈ ആഭ്യന്തര ഐക്യമെന്നുള്ളത് ഈ റിപ്പബ്ലിക്കിൻ്റെ കരുത്താണ്. KVS ഹരിദാസ്, ഈ ആഭ്യന്തര ഐക്യത്തെ ശിഥിലമാക്കിക്കൊണ്ടാണ് BJP അധികാരത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പൊതുവെയുള്ള നിരീക്ഷണം. മണിപ്പൂരിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിലേക്ക് പോകാൻ കഴിയുന്നില്ല.
അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോയി 11 ദിവസം വ്രതം നോറ്റ് മുഖ്യ യജമാനനായി കാർമ്മികത്വം നിർവഹിക്കുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിൻ്റെ കണ്ണുനീര് കാണുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. ഇങ്ങനെ രാജ്യത്തുടനീളം ജാതീയമായും മതമായും ധ്രുവീകരിക്കത്തക്ക രീതിയിലേക്കൊരു രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന് അതിലെ ഭൂരിപക്ഷ മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നതാണ് BJPക്ക് നേരെയുള്ള ആക്ഷേപം. അതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്നുള്ളതാണ് ഒരു നിരീക്ഷണം. 2, ആ ഭരണഘടനയുടെ ഉപകരണങ്ങളെ തന്നെ ജനാധിപത്യത്തിനെതിരെ ഉപയോഗിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്നു എന്ന് മാത്രമല്ല, ഈ നയപ്രഖ്യാപന പ്രസംഗം സഭയോടുള്ള അനാദരവെന്ന നിലയിൽ ഒരു ഖണ്ഡിക മാത്രം വായിച്ച് 1.25 മിനിറ്റിൽ സ്ഥലം വിടുന്ന അവസ്ഥയുണ്ടാവുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ റിപ്പബ്ലിക്കിൻ്റെ ഭാവി തുലാസിലാണെന്ന് സ്വാഭാവികമായും സംശയം ജനിക്കും. KVS ഹരിദാസ്. ഇന്ത്യയിൽ ഞാൻ ഒരു പഴയ ചരിത്രം ഓർമ്മിപ്പിക്കാനാണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അപകടം പിടിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇപ്പോൾ ഈ ചർച്ചയിലുള്ള എൻ്റെ 3 സുഹൃത്തുക്കൾക്കും അതിനെക്കുറിച്ച് ധാരണയുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. 24ാം ഭരണഘടനാ ഭേദഗതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതാണ്? 42-ന് മുമ്പ് 24ാം ഭരണഘടനാ ഭേദഗതി. 24 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഗോലഖ്നാഥ് കേസിനെ മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഭേദഗതി. ഗോലഖ്നാഥ് കേസിലെ വിധി എന്താ? ഭരണഘടനാ ഭേദഗതി ചെയ്യാം. ഭരണഘടനാ ഭേദഗതി ചെയ്താൽ അതൊരു നിയമമാണ്. ആ നിയമം നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 3-യിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എടുത്തു കളയുന്ന സ്ഥിതി വന്നാൽ ദാറ്റ് വിൽ ബി ഇല്ലീഗൽ. അത് ഭരണഘടന ആ തരത്തിലുള്ള ഭേദഗതികൾ നിലനിൽക്കില്ല. ജുഡീഷ്യൽ റിവ്യൂവിനെ എന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കേശവാനന്ദ ഭാരതി കേസ് വന്നു. ഞാനിത് പറയാൻ കാരണം ഈ കാലഘട്ടം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ BJPയെ വിമർശിക്കുന്ന സുഹൃത്തുക്കൾ ഇതുണ്ടായ കാലഘട്ടം മനസ്സിലാക്കണം എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് കേശവാനന്ദ ഭാരതി കേസിൽ വന്നു. കേശവാനന്ദ ഭാരതി കേസ് വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ആഗ്രഹിച്ചത് എന്താ? ഈ ഗോലഖ്നാഥ് കേസിലെ ഈ പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് ഓവർ റൂൾ ചെയ്യണം. നമുക്കറിയാം 13-അംഗ ബെഞ്ചാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇന്ദിരാഗാന്ധിയുടെ ആഗ്രഹത്തിനനുസൃതമായിട്ടല്ല സുപ്രീം കോടതി വിധി പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് വിധിന്യായം എഴുതിയ 3 ജഡ്ജിമാരെ സൂപ്പർസീഡ് ചെയ്തത് പിന്നീട് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ കാലഘട്ടം 69 മുതൽ ഉള്ള ഒരു ചരിത്രം നമ്മൾ കേശവാനന്ദ ഭാരതി കേസിൽ വിധിയെഴുതാൻ പ്രാപ്തിയും ശേഷിയുമുള്ള ജുഡീഷ്യറി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ എഴുതാനുള്ള ജുഡീഷ്യറി ഇല്ലെന്ന് മാത്രമല്ല, സർക്കാരിന് അനുകൂലമായി വിധി എഴുതുന്ന ജുഡീഷ്യറിയിലെ ചീഫ് ജസ്റ്റിസിന് രാജ്യസഭാംഗത്വം കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷസ്ഥാനം കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും കമ്മീഷൻ അംഗമാക്കുകയോ ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഞാൻ വരാം അരുണിനെ വരാം. ഞാനിത് പൂർത്തിയാക്കട്ടെ. ഞാനിത് പറഞ്ഞത് അന്ന് 3 ജഡ്ജിമാരെ സൂപ്പർസീഡ് ചെയ്തു. ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കണക്കിലാക്കണം. 1969 കോൺഗ്രസിലെ പിളർപ്പിന് ശേഷം ഇന്ദിരാഗാന്ധിക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 220 MPമാരാണ് അവർക്കുണ്ടായിരുന്നത്. അന്ന് ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ച് സംരക്ഷിച്ചത് ആരാ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? CPIയും CPMുമാണ്. CPM ആണ് ഇന്ദിരാഗാന്ധി വലിയ പുരോഗമനവാദിയാണെന്ന് പറഞ്ഞിട്ട് അവർക്കൊപ്പം അണിനിരന്നത്. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യം കണ്ട ഏറ്റവും അപകടകരമായ ഭരണഘടനാ ഭേദഗതിയുമായിട്ട് വന്നത്. ആ CPM ആണ് ഇന്ന് നരേന്ദ്രമോദിയെയും BJPയും ഒക്കെ വിമർശിക്കുന്നത്. അന്ന് ഈ അപകടത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്ത കാർമ്മികത്വം വഹിച്ച കോൺഗ്രസ്സുകാരാണ് മോഡിയെയും BJPയെ വിമർശിക്കുന്നത്. ചരിത്രത്തിന്റെ ഭാഗമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. KVS ഹരിദാസ്, ആ ആമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ട വാക്കുകളെയാണ് നിങ്ങൾ എന്ത് റദ്ദ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതും അല്ല അരുണേ, അതും ഏത് കാലഘട്ടത്തിലാ
അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിലാണ് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷത്തെ പിടിച്ച് ജയിലിലിട്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ ഇന്ത്യയുടെ കൽത്തുറങ്കിൽ അടച്ചിട്ട് അതിനുശേഷം ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ ഇരുന്നിട്ട് പാസാക്കിയ ഭരണഘടനാ ഭേദഗതിയാ. ഞങ്ങളത് മാറ്റാനൊന്നും പോകുന്നില്ല, അതവിടെ ഇരുന്നോട്ടെ. അതുകൊണ്ടൊന്നും രാജ്യത്ത് അപകടം, കാരണം ഈ സെക്കുലറിസം ഭരണഘടനയിൽ വരുന്നതിന് മുമ്പും ഈ രാജ്യത്ത് സെക്കുലറിസം ഉണ്ടായിരുന്നു. അത് വന്നതിന് ശേഷവും ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കും, ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. അതിൽ ആശങ്കയുള്ളവരുണ്ടാകുമായിരിക്കും. ഇപ്പോൾ കാരശ്ശേരി മാഷിനെ പോലുള്ളവർക്കൊക്കെ കുറേ ദിവസങ്ങളായിട്ട് വല്ലാത്ത ആശങ്കയാണ്. അത് ആശങ്ക മാറണം. അതിനുള്ള സാഹചര്യം രാജ്യത്തുണ്ടാകും എന്ന് മാത്രമേ പക്ഷേ നമ്മുടെ മുൻപിൽ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ ഒന്ന് അങ്ങയിലേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് ഞാൻ ഒന്ന് പി ജയരാജനിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരാം. ഒരു മിനിറ്റ് മറുപടി പറയുമ്പോൾ അങ്ങ് ഗ്യാൻവാബി കൂടി ചേർത്ത് പറഞ്ഞോളൂ. ദാ കഴിഞ്ഞു, അടുത്തത് കാശി വരുന്നു, അടുത്തത് മധുര വരുന്നു. ഗ്യാൻവാബിയുടെ കാര്യത്തിൽ ASI റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പള്ളിയുടെ മതിൽ പോലും ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണെന്നാണ് ASI റിപ്പോർട്ട്. ഹലോ ശ്രീ KV സരിദാസ്, ഞാൻ അങ്ങയിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ പി ജയരാജൻ. ഹലോ പി ജയരാജൻ, നേരത്തെ KV ഹരിദാസ് ഉന്നയിച്ച വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടി വേണം. ഇന്ത്യ കണ്ട ഏറ്റവും അപകടകരമായ അല്ലെങ്കിൽ ഭരണം നടന്നിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെന്നും ഏറ്റവും അപകടകരമായ ജനാധിപത്യ വിരുദ്ധമായ ഭേദഗതി നടത്തിയത് ഇന്ദിരാഗാന്ധിയാണെന്നും ആ കാലഘട്ടത്തോടെ എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ഉപമിക്കാൻ സാധിക്കുക എന്നതുമാണ് ചോദിക്കുന്നത്. സെക്കുലറിസത്തിന് ഒരു അപകടവും സംഭവിക്കില്ല. മോദിയുടെ തുടർച്ചയായിട്ടുള്ള മൂന്നാം ഊഴത്തിലും അധികാരത്തിലെത്തിയാൽ എന്താണ് KV ഹരിദാസ് പറയുന്നത്? ഇവിടെ നേരത്തെ അരുൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഓഡിയോ പ്രശ്നമുണ്ടായി. താങ്കൾ കേട്ടില്ല, പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷക്കാലം ആഗോളവൽക്കരണ നയങ്ങളാണ് ഈ രാജ്യത്ത് നടപ്പാക്കിയത്. അത് 2 തരത്തിലാണ്. ഒന്ന്, കോർപ്പറേറ്റ് വൽക്കരണവും വർഗീയവൽക്കരണവും സമാന്തരമായി കൊണ്ടുപോയി കോർപ്പറേറ്റ് കൊള്ളക്ക് വിധേയമാക്കി, രാജ്യത്തെ കൊള്ളക്ക് വിധേയമാക്കി ആ കോർപ്പറേറ്റുകളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുക. അതോടൊപ്പം ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദു വർഗീയത ശക്തിപ്പെടുത്തുക. ഇതാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു ഭരണത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ, CPM നേതൃത്വത്തിലുള്ള ഭരണത്തെയും ഒന്നിച്ച് ഒരേ രീതിയിൽ കാണുന്ന സമീപനത്തോട് ഞാൻ ശക്തമായിട്ട് വിയോജിക്കുന്നു. ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കാൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ, പൊതുമേഖല സംരക്ഷിക്കാൻ കൃത്യമായിട്ടൊരു ബദൽ സമീപനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരളത്തിലെ പിണറായി സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ KVS ഹരിദാസ് പറഞ്ഞു ഇന്ദിരാഗാന്ധിയെ പുരോഗമനവാദിയായി ചിത്രീകരിച്ചു. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നടപടികൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഏത് ഘട്ടത്തിലാണെന്നറിയോ? 14 വൻകിട സ്വകാര്യ ബാങ്കുകൾ ദേശവൽക്കരിച്ച അവസരത്തിൽ CPM പിന്തുണ കൊടുത്തിട്ടുണ്ട്. മുൻ രാജാക്കന്മാർക്ക്, നാട്ടുരാജാക്കന്മാർക്ക് പ്രിവിലേജ് നിർത്തലാക്കിയപ്പോൾ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ ആ ഇന്ദിരാഗാന്ധി സ്വേച്ഛാധിപത്യത്തിലേക്ക് നടപടിയിലേക്ക് പോയപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി പാർലമെൻറ്റിലെ പ്രതിപക്ഷ ഗ്രൂപ്പ് നേതാവായിട്ടുള്ള CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് AKG ഒരു പെൺ ഹിറ്റ്ലർ ജനിക്കുന്നു എന്ന് ആക്ഷേപിച്ചത്, നേരിട്ട് വിമർശിച്ചത് CPM ആണെന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് മിസ്റ്റർ ഹരിദാസ്. അതുകൊണ്ട് ആ കാര്യത്തിൽ CPM എല്ലാ കാലത്തും ശരിക്ക് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്, ഇപ്പോഴും ശരിക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അന്ന് പെൺ ഹിറ്റ്ലർ എന്നാണ് പറയുന്നതെങ്കിൽ ഇന്ന് ഒരാൺ ഹിറ്റ്ലറുടെ ഭരണത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത്. അതിൻ്റെ തലവനാണ് മോദി ആയാലും മറ്റൊരാളായാലും സംഘപരിവാറിൻ്റെ RSSൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് നടപ്പാക്കുന്നത്. അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, വർഗീയതക്കെതിരാണ്. അത് മഹാത്മാഗാന്ധിയുടെ വധത്തിൽ തന്നെ കണ്ടിട്ടാണല്ലോ. മഹാത്മാഗാന്ധി വിശ്വാസിയായിരുന്നു, മതഭ്രാന്തനായിട്ടുള്ള ഗോഡ്സെയാണ് വെടിവെച്ച് കൊന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദുത്വവൽക്കരണം എന്ന പേരിൽ ഈ രാജ്യത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വരാനാണ് ശ്രമിക്കുന്നത്. മാത്രമല്ല കോർപ്പറേറ്റ് വൽക്കരണം ഇന്ന് തന്നെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഹിന്ദുത്വവൽക്കരണത്തെ എതിർക്കാൻ അമ്പാടിമുക്കിലെ കണ്ണന്മാർക്ക് വേണ്ടി പ്രത്യേകമായി ഈ ബാലഗോകുലവും കൃഷ്ണന്റെ ജന്മാഷ്ടമി നാളിലുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നതും ഏത് തരത്തിലുള്ള സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക? ഒരർത്ഥത്തിൽ അത് തന്നെയല്ലേ കമൽനാഥ് ചെയ്യാൻ ശ്രമിച്ചതും
ഓ, ദൃഢമായിരിക്കുന്ന ഹിന്ദുത്വത്തെ അത് മൃദുവായിരിക്കുന്ന ഹിന്ദുത്വം കൊണ്ട് നേരിടാൻ അതെ. കഴിയില്ലല്ലോ പി ജയരാജൻ. ഈ തീവ്ര ഹിന്ദുത്വം RSSൻ്റെതാണ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഞങ്ങൾക്കൊരു മൃദു ഹിന്ദുത്വം ഇല്ല. ഞങ്ങളെക്കുറിച്ച് BJPക്കാരും RSSകാരും പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നുവെന്നാണ്. ഇവിടെ അരുൺ പറയുന്നത് നിങ്ങൾ മൃദു ഹിന്ദുത്വമാണ് നടപ്പാക്കുന്നതല്ല. ഇവിടെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം വന്നപ്പോൾ CPMൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഞങ്ങൾ എല്ലാ മതവിശ്വാസത്തെയും മാനിക്കുന്നു, പക്ഷേ ഇത് പള്ളി പൊളിച്ച സ്ഥാനത്ത് രാമക്ഷേത്രത്തിന് വേണ്ടി ശിലയിടാൻ വേണ്ടി ആരാ പോകുന്നത്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടേറെ ഹിന്ദു ആരാധനാലയങ്ങളുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠയും പുനഃപ്രതിഷ്ഠയും നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ല. അവിടെയാണ് ഒരു പള്ളി പൊളിച്ച സ്ഥാനത്ത് രാമക്ഷേത്രത്തിന് ശിലയിടാനും പിന്നീട് പ്രാണപ്രതിഷ്ഠ നടത്താനും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി പോകുന്നത്. അത് രാഷ്ട്രീയ കാര്യപരിപാടിയാണ്. അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണാഷ്ടമി ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പൂജ നടത്തുന്നു. എത്രയോ കാലമായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നുണ്ടല്ലോ, കൃഷ്ണാഷ്ടമി ആഘോഷിക്കുന്നുണ്ടല്ലോ, ഞങ്ങളതിനെ എതിർത്തിട്ടില്ലല്ലോ. അതേസമയം അമ്പലത്തിനകത്തിരിക്കുന്ന ശ്രീകൃഷ്ണ പ്രതിഷ്ഠയെ പുറത്തു കൊണ്ടുവന്ന് തെരുവിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ അതിനുവേണ്ടി പ്രചരണം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. രണ്ടും രണ്ടാണ്. ഒന്ന്, മതവിശ്വാസത്തിൻ്റെ ഭാഗമായി അമ്പലങ്ങളിൽ പൂജ നടത്തുന്നു, ആചാരമനുസരിച്ച് ചെയ്യുന്നു. അതിനെ പുറത്തു കൊണ്ടുവന്ന് തെരുവിൽ കൊണ്ടുവന്ന് കൃഷ്ണാഷ്ടമി ഘോഷയാത്രയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത ഘട്ടം RSSന്റെ ശാഖയിലേക്കാണ്. അത് തീവ്രവാദിയായിട്ട് മതഭ്രാന്തനായിട്ട് മാറ്റാൻ വേണ്ടിയുള്ളതാണ്. രണ്ടും രണ്ടായിട്ട് കാണണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന്റെ കരുത്തോടുകൂടി മോദി 50%-ലധികം പിന്തുണയോടുകൂടി അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പല നിരീക്ഷണങ്ങളും എത്തുന്നു. അത് സ്ത്രീ വോട്ടർമാർ ഏറെയായിരിക്കും എന്ന് പറയുന്നു. ഇന്ന് നാരീശക്തിയുടെ പ്രകടനം കാണുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ 80%-ഓളം സേനയും നിയന്ത്രിച്ചത് ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ സ്ത്രീകളാണ് എന്നത് ഈ രാജ്യത്തിന് അഭിമാനമുള്ള കാര്യമല്ലേ? ഒരു പാർട്ടിക്കും കഴിയാതിരുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ 33% സീറ്റ് സംവരണത്തിലൂടെ പാർലമെന്റിൽ സാധിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ റിപ്പബ്ലിക് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ലിംഗനീതി ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി പ്രതിഫലിപ്പിക്കാൻ BJPക്ക് കഴിയുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? കരശ്ശേരി മാഷേ, നമുക്കിനി 7 മിനിറ്റ് മാത്രമേ മൊത്തം ബാക്കിയുള്ളൂ. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമൂഹിക സമത്വവും രാഷ്ട്രീയ സമത്വവും ഒരുമിച്ച് നിൽക്കാതെ റിപ്പബ്ലിക് എന്ന ആശയം പൂർണ്ണമാവില്ലെന്ന് പറഞ്ഞതും അംബേദ്കറാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലിംഗസമത്വമാണ്. BJP ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അവരുടെ പ്രചരണായുധമാക്കി മാറ്റാൻ പോകുന്നതും 33% സ്ത്രീ സംവരണം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തതാണ്. ഇന്ന് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ നമ്മൾ കാണുന്നതും 80%-ഓളം സ്ത്രീകളെയാണ്. നാരീശക്തി പ്രയോഗമാണ് നടത്തുന്നത് BJP. ആ അർത്ഥത്തിൽ സ്ത്രീകളുടെ മനസ്സാകർഷിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചുവെന്ന് ഉത്തർപ്രദേശിൻ്റെ തിരഞ്ഞെടുപ്പ് പറയുന്നു, മധ്യപ്രദേശിൻ്റെ തിരഞ്ഞെടുപ്പ് പറയുന്നു, ഇനി രാജസ്ഥാനിൻ്റെ തിരഞ്ഞെടുപ്പും പറയുന്നു. അപ്പോൾ സ്ത്രീ വോട്ടർമാർക്കിടയിൽ മോദി ഇപ്പോഴും ഹീറോ ആയി നിൽക്കുമ്പോൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം ഒരു പ്രച്ഛന്ന വേഷത്തിലാണോ ഈ ലിംഗസമത്വത്തെ അവതരിപ്പിക്കുന്നത്? അതെങ്ങനെയാണ് മാഷ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഡോക്ടർ അരുൺ, BJP 33% പാർലമെൻറ്റിലെ സ്ത്രീ സംവരണത്തിൻ്റെ പ്രമേയം പാസ്സാക്കിയത് തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട അടയാളക്കല്ല് തന്നെയാണ്. ഞാൻ അതിനെ അഭിവാദ്യം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അത് എത്ര കൊല്ലം കഴിഞ്ഞാലാണ് അവർ നടപ്പാക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവർക്കറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിരിക്കട്ടെ. പക്ഷെ നമുക്ക് അറിയാനുള്ളത് ഈ വാക്കുകളല്ല അരുൺ. ഇപ്പോൾ പ്രചാരണത്തിന് ആളുകൾ വീണുപോയിരിക്കാം. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന MP BJPയുടെ MP-യാണ്. അദ്ദേഹം 6 വട്ടം ലോക്സഭയിൽ മെമ്പറായ ആളാണ്. അതിൽ 5 വട്ടവും BJPയുടെ മെമ്പറായിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് ലോകപ്രസിദ്ധരായ ഗുസ്തി താരങ്ങൾ ഒരു പരാതി കൊടുത്തിട്ട്, തെളിവ് സഹിതം അതിന് പരാതി കൊടുത്തിട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. സാക്ഷി മാലിക് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ പാനലിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മയുണ്ടാവും. അവർ പത്മശ്രീ അടക്കമുള്ള അവരുടെ ബഹുമതികൾ നിരത്തിൽ വലിച്ചെറിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിപ്രസിദ്ധരായ കായിക താരങ്ങൾക്കുള്ള സ്ഥിതി, സ്ത്രീ സുരക്ഷയുടെ സ്ഥിതി ഇതാണെങ്കിൽ ആ ബ്രിജ്ഭൂഷണെതിരായിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം പാർലമെൻറ്റ് അംഗമാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പോൾ ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. പാർലമെൻറ്റ് ഹൗസ് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടന ചടങ്ങ് ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മാതിരി പൂജയും മന്ത്രോച്ചാരണവും പൗരോഹിത്യത്തിൻ്റെ പല അടയാളങ്ങളുമായിട്ടാണ്. അതിലേക്ക് നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു എന്നുള്ള നമ്മുടെ ഏറ്റവും ഒന്നാം പൗര എന്ന് പറയാവുന്ന അവരെ വിളിച്ചില്ല. വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അവർ വിധവയാണ്. ഒരു വിധവ ദുശ്ശകുനമാണ്, ശുഭകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലാത്തവരാണ് എന്നുള്ള പാരമ്പര്യമായ ഹൈന്ദവ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാഷ്ട്രപതിയെ അതാണ് കൗതുകകരമായ കാര്യം. ഒരു വിധവയ്ക്ക് ആ ചടങ്ങ് പങ്കെടുക്കാൻ കഴിയില്ല, ഒരു വിഭാരിന് മുഖ്യ യജമാനനാകാം. അതെ. അപ്പോൾ ആലോചിക്കൂ, 24 മണിക്കൂറിനകം 89 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 89 സ്ത്രീകൾ ഒരു ദിവസം ബലാത്സംഗം ചെയ്യപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഒരു പ്രസംഗമാണോ പ്രചരണമാണോ എന്നതിന് അതിന് വല്ല പ്രസക്തമായ ചോദ്യമാണ്. വി കെ ഹരിദാസ്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള അയോധ്യയ്ക്കൊപ്പം BJP ഉപയോഗിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തുറുപ്പുചീട്ട് സ്ത്രീ സമത്വത്തിൻ്റെതാണ്, സ്ത്രീ സംവരണത്തിൻ്റെതാണ്. പക്ഷേ ചുരുങ്ങിയ പക്ഷം ബ്രിജ് ഭൂഷണെതിരായി സമരം ചെയ്ത വനിതാ ഗുസ്തി താരങ്ങളെ ഇന്ന് റിപ്പബ്ലിക് ദിനാഘോഷവേളയിൽ നമ്മൾ കണ്ടില്ല. മണിപ്പൂരിലെ സ്ത്രീകളും അവിടെ നഗ്നയാക്കപ്പെട്ട് തെരുവിലൂടെ വലിച്ചിഴക്കപ്പെട്ട സ്ത്രീകളെയും കുറിച്ച് ഇന്ത്യ ഓർമ്മിക്കില്ലേ? ഇവർക്കൊപ്പം ബിൽക്കിസ് ബാനുവിൻ്റെ വിലാപങ്ങൾ ഉണ്ടാവില്ലേ? ഇവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീ സമത്വമുള്ള നാടാണ് നമ്മുടേത്, 80% നാരീശക്തിയാണ് റിപ്പബ്ലിക് ദിനത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അത് പ്രതീകാത്മകമായൊരു വാചോടാപം മാത്രമായി ഒതുങ്ങില്ലേ എന്നതാണ് ചോദ്യം. എന്തിന് ദ്രൗപദി മുർമുവിനെ പോലും അയോധ്യ ക്ഷേത്രത്തിലേക്കും ഈ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിലും ക്ഷണിക്കാതെ പോയതിനും കൃത്യമായ ഉത്തരം BJPക്കില്ല. എന്ത് നല്ല കാര്യം ചെയ്താലും അതിനകത്തൊരു കുതന്ത്രവുമായിട്ട് വരണം എന്നുള്ളത് കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു ശീലമാണ്. ആ പാതയിലേക്ക് കാരശ്ശേരി മാഷും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 33% സംവരണം കൊണ്ടുവരാൻ തീരുമാനിച്ചു. ബില്ല് പാസ്സാക്കി. അത് അടുത്ത 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് നടപ്പിൽ വരും എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അന്ന് മണ്ഡലങ്ങളുടെ പുനർനിർണയവും നടക്കും, MP-മാരുടെ എണ്ണം കൂടും. ഇതൊക്കെ നമ്മൾ കാണാൻ പോകും. അതുകൊണ്ട് മണ്ഡല പുനർനിർണയവും വനിതാ സമരവും തമ്മിൽ എന്താണ് ബന്ധം? ഞങ്ങൾക്ക് പറഞ്ഞേ കേൾക്കൂ, അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ അല്ല അരുണെ, മറിച്ചൊരു നിലപാടുണ്ടെങ്കിൽ ഇത്ര വലിയ ശക്തമായ പ്രതിപക്ഷ മുന്നണിയുണ്ടല്ലോ, അവർ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായിട്ട്, മോഡിയുടെ ഈ സംവരണ നയത്തിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തട്ടെ എന്ന് ഞങ്ങളൊരു നിലപാട് ജനങ്ങളുടെ മുമ്പിൽ വച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ കാര്യം പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ രാജസ്ഥാനിലും ഒക്കെ ബോധ്യമായിട്ടുണ്ട്. അതല്ലാതെ പുറത്ത് രാഷ്ട്രീയം ഒരു സെക്കൻഡ് കൂടി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ BJP എന്താ പറയുക, കുത്തകൾക്ക് അനുകൂലമാണ്, മറ്റവർക്ക് അനുകൂലമാണ്, പൊതുമേഖലയ്ക്കെതിരാണ്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ നാളായിട്ട് പറഞ്ഞു വരുന്ന ആക്ഷേപമാണ്. ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് പാതയിൽ നിന്ന് കോൺഗ്രസ്സുകാർ പോലും പോയത് നെഹ്റുവിൻ്റെ കാലത്തും മൻമോഹൻ സിംഗിൻ്റെ കാലത്തും നമ്മൾ കണ്ടതാണ്. ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ ഈ കാര്യത്തിൽ. സർക്കാരിൻ്റെ പണിയല്ല കമ്പനി നടത്തൽ, വ്യവസായം നടത്തൽ, സർക്കാരിൻ്റെ ജോലിയല്ല. അത് ചുമതലപ്പെട്ടവർ ചെയ്യും. അവരെ സഹായിക്കുക, അവരെ പ്രൊമോട്ട് ചെയ്യുക, അത് ഞങ്ങളുടെ തൊഴിലാണ്, ഗവൺമെൻറ്റിൻ്റെ തൊഴിലാണ്. അത് BJPയുടെ നയപരിപാടി അതാ. ജനസംഘകാലം മുതൽ ഞങ്ങൾ പിന്തുടർന്നു വരുന്ന ഞങ്ങളുടെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരുടെ സോഷ്യലിസ്റ്റ് പൊതുമേഖലയിൽ വേണമെന്നില്ല. സോവിയറ്റ് യൂണിയനിൽ പോലും അമ്പലം നടത്തുന്നതും സർക്കാരല്ല, അവിടെ പോകാനുള്ള അവകാശമുണ്ട്. അവിടെ ഒരു ട്രസ്റ്റാണ് നടത്തുന്നത്. നിങ്ങളിപ്പോൾ അയോധ്യയെക്കുറിച്ചല്ലേ പറയുന്നേ, അതൊരു ട്രസ്റ്റാണ് നടത്തുന്നത്. അത് സുപ്രീം കോടതി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി രൂപം കൊണ്ട ട്രസ്റ്റാണ്. ഉത്തരവിട്ടല്ലോ, ആ പള്ളിയുടെ സ്ഥലം ഒന്ന്
തരം മാറ്റി കൊടുക്കുന്നതിന് പോലും കഴിയാത്ത സർക്കാരാണ്. ഞാൻ അങ്ങയിലേക്ക് ഇനി വരില്ല, കാരണം നമ്മൾ ചർച്ചയുടെ സമയം അവസാനിച്ചു. പി ജയരാജൻ, 1.5 മിനിറ്റ് സമയം മാത്രമേ അങ്ങേക്ക് ബാക്കിയുള്ളൂ, മറുപടി പറയാം. തീർച്ചയായിട്ടും ഒന്ന്, അയഥാർത്ഥമായിട്ടുള്ള പ്രതീതി നിർമ്മാണത്തിന് RSSന് നല്ല മെയ്വഴക്കമുണ്ട്. മാത്രമല്ല അതിനുള്ള സംവിധാനവുമുണ്ട്. കോർപ്പറേറ്റുകൾ നല്ലോണം പണം കൊടുക്കുന്നുണ്ട്. മീഡിയ ഒക്കെ തന്നെ കൈവശപ്പെടുത്തുകയാണ്. എന്നിട്ടാണ് നാരീശക്തി എന്ന് പറയുന്നത്. തൃശ്ശൂർ വന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. കാരണം 25 വർഷമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായിട്ടുള്ള കുടുംബശ്രീ കേരളത്തിലുണ്ട്. അവിടെയാണ് നരേന്ദ്രമോദിയുടെ അവകാശവാദം നാരീശക്തി. അത് സംബന്ധിച്ച് ഡോക്ടർ അരുൺ ചോദിച്ചല്ലോ. ഈ ഗുജറാത്ത് സംസ്ഥാനത്ത് അവിടെ ബിൽക്കീസ് ബാനു എന്ന ഗർഭിണിയെ 3.5 വയസ്സുള്ള കുട്ടിയെ സ്വന്തം കൺമുന്നിൽ വെച്ച് കൊലപ്പെടുത്തുന്നതും കൂടെയുള്ള 7 പേരെ കൊലപ്പെടുത്തുന്നതും കണ്ടിട്ട് ആ ബിൽക്കീസ് ബാനുവിൻ്റെ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ വിട്ടയച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നാരീശക്തിയെപ്പറ്റി പറയുന്നത്. ഇന്ത്യ രാജ്യത്തുടനീളം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ശക്തിപ്പെട്ട ഭരണം മോദിയുടെ ഭരണമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മോദി ഭരണത്തെ തോൽപ്പിക്കാൻ 37% മാത്രം വോട്ട് ഉള്ള BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി BJPക്കെതിരായിട്ടുള്ള ശക്തികൾ ഒന്നിച്ചു കഴിഞ്ഞാൽ BJPയുടെ ഈ 50% മേലെയുള്ള പിന്തുണയുടെ അവകാശവാദമെല്ലാം തന്നെ പൊളിഞ്ഞു പോകും. ഇവിടെ BJPക്കെതിരായിട്ടുള്ള ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് 2024 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും. അങ്ങനെ വന്നാൽ രാജ്യത്തിലെ റിപ്പബ്ലിക്കൻ ഭരണഘടന അതിന്റെ മൂല്യങ്ങളൊക്കെ നിതീഷ് കുമാർ BJPയുടെ കയ്യുപിടിച്ച് 9ാമത്തെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ശ്രീ പി ജയരാജൻ, അതെ, വരട്ടെ. സ്വാഭാവികമായിട്ടും ഇവിടെ നിതീഷ് കുമാർ എന്തെങ്കിലും ചാഞ്ചാട്ടം കാണിക്കുമോ എന്നൊന്നും ഇപ്പം വ്യക്തമാക്കല്ലോ. പക്ഷേ രാജ്യത്തിലെ അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തി തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഇൻ്റലിജൻസുകാർ റിപ്പോർട്ട് കൊടുത്തത് ഇപ്പം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ കോൺഗ്രസ് ജയിക്കുമെന്നാണ്. പക്ഷേ കോൺഗ്രസ് തോറ്റല്ലോ. അപ്പോൾ അതുകൊണ്ട് 2024 നടക്കാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 37% അപ്പുറത്ത് ജനങ്ങളുടെ പിന്തുണയുള്ള പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് BJP അത്ര വേഗം ഒതുക്കമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPക്കെതിരായിട്ടുള്ള ഒരു സംവിധാനം ഈ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നാണ് ശോഭനമാണോ എന്നാണ്. ഇന്ത്യ റിപ്പബ്ലിക്കിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞ അതേ വാചകം പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും മികച്ചതാണെങ്കിലും അത് നടത്താനെത്തുന്നവർ മോശമാണെങ്കിൽ ആ ഭരണഘടനയുടെ പ്രവർത്തനവും മോശമായി തീരും എന്നാണ് അംബേദ്കർ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞത്. 75ാം ഭരണഘടന റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു. നന്ദി. ശ്രീ MN കാരശ്ശേരി, പി ജയരാജൻ, KVS ഹരിദാസ് ചർച്ചയിൽ അതിഥിയായി തീരും. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സ്. Debate with Arun Kumar.